ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് ഗൈഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ, അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി, അസിസ്റ്റന്റ് മാനേജർ ലീഗൽ എന്നീ തസ്തികയിലേക്കായിട്ടുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 11, 2025. ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് 44,500 രൂപ മുതൽ 1,15,000 രൂപ വരെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. കമന്റ് ബോക്സിന്റെ അടുത്തുള്ള ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ശമ്പള സ്കെയിൽ വരുന്നത് 44,500 രൂപ മുതൽ 1,00,000 രൂപ വരെ. 50 വേക്കൻസികളാണുള്ളത്. SC-ക്ക് 7, ST-ക്ക് 3, OBC-ക്ക് 15, EWS-ന് 5, അൺറിസർവ്ഡിന് 20, PWBD-ക്ക് 5 സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ശമ്പള സ്കെയിൽ വരുന്നത് 55,200 രൂപ മുതൽ 1,15,000 രൂപ വരെ. 11 വേക്കൻസികളാണുള്ളത്. SC-ക്ക് 1, ST-ക്ക് 1, OBC-ക്ക് 3, EWS-ന് 2, അൺറിസർവ്ഡിന് 4, PWBD-ക്ക് 1. അടുത്തത് ലീഗൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ലീഗൽ ശമ്പള സ്കെയിൽ 55,200 രൂപ മുതൽ 1,15,000 രൂപ വരെ. 8 ഒഴിവുകളാണുള്ളത്. അതിൽ SC-ക്ക് 1, ST-ക്ക് 1, OBC-ക്ക് 3, അൺറിസർവ്ഡിന് 3. അങ്ങനെ ടോട്ടൽ 26 ഒഴിവുകൾ. ഏജ് ലിമിറ്റ് നോക്കാം. കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് 14 ജൂലൈ 2025. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ പ്രായപരിധി വരുന്നത് മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സുമാണ്. അതായത് 14/7/1995-നും 15/7/2004-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി മിനിമം 25 വയസ്സും മാക്സിമം 33 വയസ്സുമാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത്. 14/7/1992-നും 15/7/2000-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBD-യിൽ ജനറൽ EWS വിഭാഗത്തിന് 10 വർഷവും PWBD-യിൽ OBC-ക്ക് 13 വർഷവും PWBD-യിൽ SC/ST-ക്ക് 15 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 5 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ പ്രായം 30. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST-ക്ക് 50% മാർക്ക്. അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി CS അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA ഓർ ICWA, അതുമല്ലെങ്കിൽ ചാർട്ടർഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് CFA, അതുമല്ലെങ്കിൽ ചാർട്ടർഡ് അക്കൗണ്ട് CA ഇവയൊക്കെ പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് മാനേജർ ഗ്രേഡ് ബി പ്രായപരിധി 33 വയസ്സ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഈക്വൽ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. SC/ST-ക്ക് PWBD-ക്കും 50% മാർക്ക് ഉണ്ടായാൽ മതിയാവും. അതുമല്ലെങ്കിൽ 55% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ SC/ST PW വിഭാഗക്കാർക്ക് പാസ് മാർക്ക് ഉണ്ടായാൽ മതിയാവും. RBIയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് മാനേജർ ഗ്രേഡ് ബി ലീഗൽ പ്രായപരിധി 33 വയസ്സ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 50% മാർക്കോടുകൂടി LLB പാസ്സായിരിക്കണം. SC/ST PWD വിഭാഗക്കാർക്ക് 40% മാർക്ക് ഉണ്ടായാൽ മതിയാവും. കൂടാതെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്തിരിക്കണം. എക്സ്പീരിയൻസ് ആയി പറയുന്നത് 5 വർഷത്തെ ലീഗൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അടുത്തത് മാനേജർ ഗ്രേഡ് ബി ഇൻഫർമേഷൻ ടെക്നോളജി IT പ്രായപരിധി 33. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിലേതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടുകൂടി ഡിഗ്രി. SC/ST PWD വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാവും. കൂടാതെ MCA 60% മാർക്കോടുകൂടി പാസ്സായവർക്കും അപേക്ഷിക്കാം. SC/ST PWD വിഭാഗക്കാർക്ക് 55% മാർക്ക് മതിയാവും. എക്സ്പീരിയൻസ് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ എക്സാമും ഇന്റർവ്യൂവാണുള്ളത്. ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോൾ phase 1, phase 2 ആയിട്ട് 2 ഘട്ടങ്ങളായിട്ടാണ് ഓൺലൈൻ എക്സാം വരുന്നത്. 200 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് phase 1 എക്സാമിൽ വരുന്നത്. phase 2-ൽ 200 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. phase 3 ഇന്റർവ്യൂവിന് 100 മാർക്കാണ്. phase 1 എക്സാമിന്റെ സിലബസ് നോക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അടുത്ത റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്
25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അടുത്തത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് MSMEs പോളിസി, റെഗുലേറ്ററി ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് വിത്ത് ഫോക്കസ് ഓൺ MSME 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്ക്. അടുത്തത് സ്ട്രീം സ്പെസിഫിക് ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ടൈം ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. ഇത് ബൈലിംഗിലാണ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് ഇതിന്റെ ലാംഗ്വേജ് വരുന്നത്. ഫേസ് 2 എക്സാം അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി ലീഗൽ, അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ബി IT, ഈ 3 തസ്തികയ്ക്കും സെപ്പറേറ്റ് ആയിരിക്കും എക്സാം വരുന്നത്. ഫേസ് 2 എക്സാം അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ യുടെ സിലബസ് നോക്കാം. ഫേസ് 2 എക്സാം 2 പേപ്പറായിട്ടാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഓൺലൈൻ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 75 മാർക്ക്, 75 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ. അടുത്തത് പേപ്പർ 2. പേപ്പർ 2 തന്നെ 2 ഡിവിഷനായിട്ടാണ്. ഫസ്റ്റ് ഡിവിഷൻ MSME പോളിസി, റെഗുലേറ്ററി ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ്. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത് 50 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്ക്, 60 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ. പേപ്പർ 2-ലെ രണ്ടാമത്തെ ഡിവിഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, മർച്ചന്റ് ബാങ്കിങ്, ഇക്വാലിറ്റി, അൾട്ടിമേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. 50 മാർക്കാണ്. ടൈം ഡ്യൂറേഷൻ വരുന്നത് 75 മിനിറ്റ്. അടുത്തത് ഫേസ് 2 എക്സാം മാനേജർ ഗ്രേഡ് ബി ലീഗൽ. ഈ എക്സാമും 2 ഡിവിഷനായിട്ടാണ്, പേപ്പർ 1 പേപ്പർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പേപ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. 3 ക്വസ്റ്റ്യൻ, 75 മാർക്ക്, 75 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. അടുത്തത് പേപ്പർ 2. പേപ്പർ 2-ൽ ജനറൽ നോളജ് ഓഫ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇവയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്. അതിന് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 75 മാർക്ക്, 60 മിനിറ്റ് ആണ് അതിന്റെ ടൈം. അതിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ടാവും. അത് 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. 50 മാർക്കാണ്, 75 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ. അടുത്തത് ഫേസ് 2 എക്സാം മാനേജർ ഗ്രേഡ് ബി IT. അതും പേപ്പർ 1 പേപ്പർ 2 ആയിട്ടാണ്. പേപ്പർ 1 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. 3 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്കാണ്, 75 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. അടുത്തത് പേപ്പർ 2. പേപ്പർ 2-ൽ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പിന് 50 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്കാണ്, 60 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിന് 10 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 4 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. 50 മാർക്കാണുള്ളത്, 75 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇതിന് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഉണ്ട്. SC ST PWBD OBC ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ എക്സാമിനേഷൻ സെന്റർ നോക്കാം. ഫേസ് 1 എക്സാമിനേഷന് കേരളത്തിലെ സെന്ററുകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഫേസ് 2 എക്സാമിനേഷന്റെ കേരളത്തിലെ സെന്റർ തിരുവനന്തപുരം മാത്രമാണ് കേരളത്തിൽ ഫേസ് 2 എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBDക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല, ഇന്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. 175 രൂപയാണ് ഇന്റിമേഷൻ ചാർജ് ആയിട്ട് വരുന്നത്. SC ST PWD ഉദ്യോഗാർത്ഥികൾ 175 രൂപ ഇന്റിമേഷൻ ചാർജ് ആയിട്ട് മാത്രം പേ ചെയ്താൽ മതിയാവും. അൺറിസർവ്ഡ് OBC EWS എന്നീ ഉദ്യോഗാർത്ഥികൾക്ക് 925 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. കൂടാതെ 175 രൂപ ഇന്റിമേഷൻ ചാർജ് ആയി വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് 1100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഇത് ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത്. അപേക്ഷിക്കേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട SIDBIയുടെ വെബ്സൈറ്റിലായ www.sidbi.in എന്ന വെബ്സൈറ്റിൽ വേണം അപേക്ഷിക്കാൻ. അപേക്ഷിക്കേണ്ട അവസാന തീയതി 11 ഓഗസ്റ്റ് 2025 ഈ വിജ്ഞാപനത്തെ കുറിച്ച് പരാമർശിക്കാനുള്ളത്. എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.